യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ. ഈ ലോകത്തിൽ സ്നേഹം അനുഭവിക്കാതെ അതിൻ്റെ അനന്തരഫലമായിട്ട് തകർന്നു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. അങ്ങനെ തകർന്നു പോകുന്ന ഓരോ മനുഷ്യനെയും സ്നേഹം കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതിന് നമുക്ക് ഇപ്രകാരം സുവിശേഷം മറുപടി തരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം സ്നേഹിച്ചു? ഒരു മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ തക്കവിധം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ഇത് സുവിശേഷം നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെ ഈ ലോകത്തിൽ സ്നേഹിക്കപ്പെടാതെ കഴിയുന്നുണ്ടോ അവരെ തേടി അവരെ അരികിലേക്ക് എത്തുന്ന യേശുവിൻ്റെ ചിത്രമാണ് 4 സുവിശേഷങ്ങളിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശമറായക്കാരി സ്ത്രീയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലെ കിണറിനരികിൽ ഇരിക്കുമ്പോൾ വെള്ളം കോരാനായിട്ട് വന്ന ഈ ശമറായക്കാരി സ്ത്രീ, അവളോട് യേശു അല്പം വെള്ളം തരിക എന്ന് ചോദിച്ച് ആരംഭിക്കുകയാണ്. യേശു അവളോട് വെള്ളം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമറായക്കാരിയാണ്, അതുകൊണ്ട് എനിക്ക് നിനക്ക് വെള്ളം തരാൻ പറ്റില്ല. യേശു പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിക്കുന്ന ആരാണെന്ന് നീ അറിഞ്ഞാൽ നീ അവനോട് ചോദിച്ചാൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം തരും. ഈ ജലം കഴിക്കുന്ന ഒരുവനും വീണ്ടും ദാഹിക്കുകയില്ല. ഇത് കേട്ട മാത്രയിൽ ആ പെൺകുട്ടി തൻ്റെ ആവശ്യം യേശുവിനോട് പറയാണ്, അങ്ങനെയെങ്കിൽ ആ വെള്ളം എനിക്ക് തരിക, വീണ്ടും ഞാൻ വെള്ളം കോരാൻ വരണ്ടല്ലോ. യേശു പറഞ്ഞു, ഞാൻ വെള്ളം തരാം, പക്ഷേ നീ നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പശ്ചാത്തലവും വെളിപ്പെടാൻ വേണ്ടിയാണ് യേശു ഇത് പറഞ്ഞത്. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. ശരിയായ വിവാഹം ചെയ്യാതെ പുരുഷന്മാരോടൊപ്പം ജീവിതം പങ്കിട്ട് ജീവിക്കുന്ന ഒരു മകളാണ് നീ എന്ന് യേശു അവളോട് നേരിട്ട് പറയാതെ പറയുകയായിരുന്നു. യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ കേട്ട് മനസ്സിൽ തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുകയും ആ തെറ്റ് ചെയ്യാൻ ഇടയായ കാരണം എന്താണെന്ന് യേശു അവ മകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഇടയായി. ഒരുപക്ഷെ ഈ സ്ത്രീ തൻ്റെ കുടുംബത്തിൽ നിന്ന് ശരിയായ സ്നേഹം കിട്ടാതെ വന്നതുകൊണ്ടാണ് അവൾ തെറ്റായ മാർഗത്തിലൂടെ സ്നേഹം തേടി അവൾ അനേകം പുരുഷന്മാരുടെ പിന്നാലെ പോകാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ സാന്നിധ്യവും തൻ്റെ പ്രഭാഷണവും വചനങ്ങളും വഴിയായി അവളെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം യേശു പകർന്നു കൊടുക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹം ആ മകളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക്
യേശുക്രിസ്തുവിലൂടെ കടന്നു ചെന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടായി. അനേകരുടെ സ്നേഹത്തിന് വേണ്ടി പലരുടെ പിന്നാലെ നടക്കണം എന്ന തോന്നൽ അവൾക്ക് മാറി. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ അന്നു മുതൽ യേശുവിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. ദൈവസ്നേഹം അനുഭവിച്ച ആ മകള് തെറ്റിൽ വീഴാതെ ജീവിക്കാനുള്ള വലിയൊരു കൃപയായി ദൈവത്തിൻ്റെ സ്നേഹം അവളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാനായിട്ട് ഇടയായി. അവൾ പിന്നീടൊരിക്കലും മറ്റൊരു പുരുഷൻ്റെയും പിന്നാലെ അവൾ തിരിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അവരും ദൈവസ്നേഹം അനുഭവിപ്പിക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് ഈ മകള് പ്രവേശിക്കാൻ ഇടയായി. ആ സിക്കാർ എന്ന പട്ടണത്തിലുള്ള സകല മനുഷ്യരെയും യേശുവിൻ്റെ അരികിൽ അവൾ കൊണ്ടുവന്നു. അത് ഒരിക്കൽ മാത്രമല്ല, അവളുടെ ജീവിതം മുഴുവൻ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ആ മകൾ പ്രവേശിക്കുകയാണ്. നമുക്ക് പാരമ്പര്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശമറായിക്കാരി സ്ത്രീ യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യയായിട്ട് മാറുകയും യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അവൾ ഒരു വലിയ സുവിശേഷകയായി മാറി അനേകരെ യേശുവിലേക്ക് അടുപ്പിച്ചു. അതിൽ കുപിതരായ യഹൂദർ അവളെ വധിക്കുകയുണ്ടായി. രക്തസാക്ഷിയായി അവൾ യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പാരമ്പര്യത്തിൽ ഈ വിഷയം ഇപ്രകാരം ജനങ്ങൾ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം ഒരാളുടെ ഉള്ളിലേക്ക് ചെന്നപ്പം ആ വ്യക്തിയിലുണ്ടായ മാറ്റം തെറ്റിനെ അതിജീവിക്കാൻ, പാപത്തെ അതിജീവിക്കാൻ അത് ആ വ്യക്തിയിൽ വലിയ കൃപയായിട്ട് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതേ ചിത്രം നമുക്ക് ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 തൊട്ട് 10 വരെയുള്ള വചനങ്ങളിൽ കാണുന്ന സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. സക്കേവൂസ് എന്ന പേരായ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അംഗീകാരമോ സ്നേഹമോ കിട്ടാത്തത് മൂലം വളരെ ദുഃഖിതനായിട്ട് തൻ്റെ സമൂഹത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അവൻ ചെയ്തിരുന്ന ജോലിയാണ് സമൂഹത്താൽ വെറുക്കപ്പെടാൻ ഇടയാക്കിയത്. അവൻ ഒരു ചുങ്കക്കാരനായിരുന്നു. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ഈ മകന് അവനെ യഹൂദരെല്ലാവരും വെറുത്തു. കാരണം മറ്റൊന്നുമല്ല, അവൻ റോമാക്കാർക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദൈവജനത്തിന് വേണ്ടിയിട്ട് അവനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവൻ ദൈവജനത്തിൻ്റെ ശത്രുവാണെന്ന് എല്ലാവരും കരുതി. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരെങ്കിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായാൽ ആ സമൂഹത്തിൽ നമ്മൾ നിൽക്കുമോ? നമ്മൾ തീർച്ചയായിട്ടും നിൽക്കില്ല. നമ്മൾ അവിടം വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ മധ്യത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെയൊരു പ്രഷർ, അങ്ങനെയൊരു സമ്മർദ്ദം സമൂഹത്തിൽ നിന്ന് അവനുണ്ടായി. എന്നാൽ അവൻ അനേകം പണമുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എല്ലാ മനുഷ്യരുടെയും താല്പര്യവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ധനികനായിട്ട് മാറുക, ധനികരെ സമൂഹം ആദരിക്കും ബഹുമാനിക്കുമെന്നവൻ കരുതി. അതുകൊണ്ട് ചുങ്കം പിരിക്കുമ്പോൾ അമിതമായി ചുങ്കം പിരിച്ച് വലിയൊരു ധനവാനായി മാറിയിട്ടും അവൻ ആഗ്രഹിച്ച പരിഗണനയും സ്നേഹവും ഒന്നും കിട്ടിയില്ല. ഈ സമയത്താണ് ഇങ്ങനെ തെറ്റായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സക്കേവൂസിനെ യേശു സിക്കമോർ മരത്തിൽ കണ്ടത്. യേശുവിനെ കാണാൻ അവൻ സിക്കമോർ മരത്തിൽ കയറിയിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്.
യേശു അവനെ കണ്ട ഉടനെ പറഞ്ഞു, സക്കേവോസ് ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. യേശു അവൻ്റെ വീട്ടിൽ പോയി താമസിച്ചു, അവനോടൊപ്പം വസിച്ചു. അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തു. അന്നുവരെ പണത്തിന് വേണ്ടി ജീവിച്ച് പണത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആ മകനും മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് തിരിച്ചു വരുവാൻ ഇടയായി. അപ്പം ദൈവസ്നേഹം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപജീവിതം ഉപേക്ഷിച്ച് ദൈവകൃപയിലേക്ക് തിരിച്ചു വരാൻ നമ്മളെ സഹായിക്കും. യേശു ഇങ്ങനെ സ്നേഹിക്കപ്പെടാത്ത മനസ്സുകളെ തേടിയുള്ള പ്രയാണമായിരുന്നു അവൻ്റെ പരസ്യ ജീവിതം. ഇന്നും അത് തന്നെ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. സ്തോത്രം യേശുവേ, നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യേശുവിലെ സ്നേഹമുള്ളവരെ, കാരുണ്യവാനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ തൻ്റെ അത്ഭുതകരമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിച്ച് നമ്മുടെ ദൈവം നമ്മുടെ അരികിൽ തിരുവോസ്തിരൂപനായി എഴുന്നള്ളിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് എവിടെ നിന്നെല്ലാം സ്നേഹം കിട്ടാതെ പോയിട്ടുണ്ട്, ആരിൽ നിന്നെല്ലാം നമുക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ മേഖലകളിലേക്കെല്ലാം യേശുവിനെ നമുക്കിപ്പോൾ ക്ഷണിക്കാം. ശമറായിക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ദൈവം യേശുക്രിസ്തു ഇറങ്ങി വന്നപ്പോൾ അവളുടെ സ്നേഹശൂന്യമായ ഹൃദയം ദൈവം സ്നേഹം കൊണ്ട് നിറച്ചു. നമ്മുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയുവാൻ ആഗ്രഹിക്കുക. കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൊട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം കിട്ടാത്ത അനുഭവം, അതിൻ്റെ വേദന, അതിൻ്റെ ദുഃഖം, അതെല്ലാം നമ്മളെ വിട്ടകലും. മറ്റൊരു സ്നേഹത്തിനും നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ദൈവസ്നേഹം തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആ സ്നേഹത്തിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ വചനം നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 54 അധ്യായം 10 വചനം പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഒരിക്കലും പിരിയാത്ത ദൈവത്തിൻ്റെ സ്നേഹം, ഒരിക്കലും നമ്മളെ വിട്ടകലാത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ സ്നേഹം നമ്മുടെ സ്നേഹശൂന്യമായ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം ഇങ്ങനെയാണ് തുടർന്ന് നമ്മളോട് സംസാരിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 22, 23 വചനങ്ങളിൽ ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ദൈവത്തെ പോലെ ഇത്ര വിശ്വസ്തനായി ഈ ലോകത്തിൽ മറ്റാരുമില്ല. ഒരിക്കലും നമ്മളെ വേർപിരിയാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ആരുടെയൊക്കെ സ്നേഹം നമുക്ക് ലഭിക്കാതിരുന്നിട്ടുണ്ടോ അവർക്കെല്ലാം പകരമായി സ്നേഹം തരാൻ കഴിയുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ മാതാവിൻ്റെ, നമ്മുടെ പിതാവിൻ്റെ, നമ്മുടെ സഹോദരൻ്റെ, നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്നേഹം ലഭിക്കാത്തതിലുള്ള ആഴമേറിയ ദുഃഖം നമ്മളെ വേട്ടയാടുന്നുണ്ടോ? ആ ദുഃഖത്തിലേക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായ സ്നേഹം കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിൻ്റെ ഈരടികളെ ചേർന്ന് ആലപിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ അത്ഭുതകരമായ സ്നേഹം ഇപ്പോൾ നീ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനിയും കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനിയും കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ
ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നിന്റെ അത്ഭുതകരമായ സ്നേഹത്താൽ നിറയ്ക്കണമേ, കരുണയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനെയും ഓരോ മകളെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. യേശുവേ, സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.